അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാദക്കും ഹറാമുൻ അലൈക്കും ഫീ യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. ഒരുമിച്ച് കൂടിയിരിക്കുന്ന സഹാബത്തിനോട് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന ദിമാഅക്കും തീർച്ചയായും നിങ്ങളുടെ രക്തമുണ്ടല്ലോ, വഅംവാലക്കും നിങ്ങളുടെ സമ്പത്തുണ്ടല്ലോ, വഅറാദക്കും നിങ്ങളുടെ അഭിമാനവും അത് പരിശുദ്ധമാണ്. ഫീ യൗമിക്കും ഹാദാ ഈ ദിവസം പരിശുദ്ധമായതുപോലെ, ഫീ ശഹരിക്കും ഹാദാ ഈ മാസം പരിശുദ്ധമായതുപോലെ, ഫീ ബലദിക്കും ഹാദാ ഈ നാട് എത്ര പരിശുദ്ധമാണോ അതുപോലെ നിങ്ങളുടെ രക്തവും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ അഭിമാനവും പരിശുദ്ധമാണ്. നിങ്ങളുടെ രക്തം ഈ ഭൂമിയിൽ ഒഴുകാൻ പാടില്ല, മനുഷ്യന്റെ രക്തം ഈ ഭൂമിയിൽ ഒഴുകി നടക്കാൻ പാടില്ല, കൊലപാതകങ്ങൾ ചെയ്യാൻ പാടില്ല. കൊലപാതകങ്ങൾ അധികരിക്കുന്നതൊക്കെ അന്ത്യനാളിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൊല്ലപ്പെട്ടവൻ അറിയുന്നവൻ ഞാനെന്തിനാണ് കൊല്ലപ്പെട്ടതെന്ന്, കൊന്നവൻ അറിയുന്നവൻ ഞാനെന്തിനാണ് ഇവനെ കൊന്നതെന്ന്. ഈ രീതിയിൽ കൊലപാതകങ്ങൾ അധികരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് നിങ്ങൾ അന്ത്യനാളെന്ന് പ്രതീക്ഷിച്ചു കൊള്ളുക, അന്ന് നിങ്ങൾ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിച്ചു കൊള്ളുക. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, മനുഷ്യന്റെ രക്തത്തിന് വിലയുണ്ട്. മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചിട്ടുണ്ട്. വലഖദ് കറംനാ ബനി ആദം. അല്ലാഹു പറയുന്നു, ആദം സംഗതികളെ ഞാൻ ബഹുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മനുഷ്യരെ ബഹുമാനിക്കണം. ഇന്ന് പരസ്പരം മനുഷ്യത്വം എടുക്കപ്പെട്ടു പോയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യന് മനുഷ്യനോട് എന്ന് മാത്രമല്ല, പ്രാണികളോട് പോലും കരുണയില്ലാത്ത കാലഘട്ടം. പിഞ്ചു കുഞ്ഞുങ്ങളോട് പോലും കരുണയില്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വയറ്റിലുള്ള ഗർഭിണിയായ ഉമ്മയുടെ വയറ്റിലുള്ള കുഞ്ഞിനോട് പോലും കരുണയില്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് മനുഷ്യ രക്തത്തിന് വിലയുണ്ട്. ഒരാളെയും കൊല്ലാൻ, ഒരാളെയും വധിക്കാൻ, ഒരാളുടെ ജീവനും എടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആർക്കും അധികാരം തന്നിട്ടില്ല. മനുഷ്യന് റൂഹിനെ കൊടുക്കുന്നത് പടച്ചവനാണ്. ആ റൂഹിനെ തിരിച്ചെടുക്കാനുള്ള അവകാശം അല്ലാഹുവിന് മാത്രമാണ്. അതുകൊണ്ട് മനുഷ്യനെ വധിക്കാൻ പാടില്ല. മനുഷ്യന്റെ രക്തത്തിന് വിലയുണ്ട്. വഅംവാലക്കും മനുഷ്യന്റെ സമ്പത്തിനും വിലയുണ്ട്. ഒരാളുടെയും സമ്പത്ത് നമ്മൾ അപഹരിക്കാൻ പാടില്ല. ഒരാളുടെ മുതലിനെ നമ്മൾ കൊള്ളയടിക്കാൻ പാടില്ല. വഅറാദക്കും മനുഷ്യന്റെ അഭിമാനത്തിനും വിലയുണ്ട്. ഒരാളെയും ജനങ്ങളുടെ ഇടയിൽ വെച്ച് പരിഹസിക്കാൻ പാടില്ല. അവന്റെ അഭിമാനത്തിന് ക്ഷമേൽപ്പിക്കാൻ പാടില്ല. ഈ മൂന്ന് കാര്യങ്ങളും അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ പ്രത്യേകമായി കൊണ്ട് ആ പ്രഭാഷണത്തിൽ പറഞ്ഞ വിഷയങ്ങളാണ്. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അറഫാ ദിവസത്തിന് അന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങൾ പ്രഭാഷണം നടത്തിയത്. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് റസൂലിനെ നമ്മൾ അറിയണം. മഹാന്മാര് പറഞ്ഞല്ലോ, മൻ അറഫ നഫ്സഹു അറഫല്ലാഹ്. സ്വന്തം നഫ്സിനെ, നമ്മുടെ നഫ്സിനെ, മനുഷ്യന്റെ ശരീരത്തെ അറിഞ്ഞവനാരോ അവൻ അല്ലാഹുവിനെ അറിഞ്ഞു. അല്ലേ? നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ കണ്ണോടിച്ച് നോക്കിയാൽ എത്ര അത്ഭുതങ്ങളാണ് നടക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, മനുഷ്യന്റെ സൃഷ്ടിപ്പ് തന്നെ വല്ലാത്ത അത്ഭുതമാണ്. നമ്മളൊക്കെ പുറത്തേക്ക് വന്നത് നമ്മുടെ ഉമ്മാന്റെ ഗർഭാശയത്തിലൂടെയാണ് നമ്മൾ പുറത്തേക്ക് പോകുന്നത്. ആദ്യം നമ്മൾ ആലമുൽ അർവാഹിലായിരുന്നു, പിന്നെ ആലമുൽ അർഹാമിലെത്തി. ആ ആലമുൽ അർഹാമിൽ മരണത്തിന്റെ വേദനയൊക്കെ തുല്യമായ വേദന സഹിച്ച് നമ്മളെ പ്രസവിച്ച് നമ്മുടെ ഉമ്മയുടെ വയറ്റിൽ നമ്മൾ പിന്നെ ആലമുൽ ദുനിയയിലെത്തി. ഇപ്പോൾ നമ്മളുള്ളത് ആലമുൽ ദുനിയയിലാണ്. ഈ ആലമുൽ ദുനിയയിൽ നമ്മൾ ഒരു ദിവസം ആലമുൽ ബർസഖിലേക്ക് യാത്ര ചെയ്യും. അല്ലേ? ആലമുൽ ബർസഖിലേക്ക് പോകാനുള്ളവരാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. നിങ്ങൾ എന്നിലേക്ക് വരുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എല്ലാവരും അല്ലാഹുവിൽ നിന്നുള്ളവരാണ്, അവനിലേക്ക് തന്നെ മടങ്ങുന്നവരുമാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാവരും മരണത്തിന് രുചി അറിയുക തന്നെ ചെയ്യും.
ഒരു ദിവസം പ്രിയമുള്ള സഹോദരങ്ങളെ, മലക്കുൽ മൗത്ത് അസ്രാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്റെയും നിങ്ങളുടെയും അരികിലേക്ക് കടന്നു വരുമല്ലോ. നമ്മുടെ റൂഹിനെ അങ്ങ് പിടിച്ചു കൊണ്ടുപോകുമല്ലോ. ഒരു മനുഷ്യന്റെ അജലെത്തിക്കഴിഞ്ഞാൽ, ഒരു മനുഷ്യന്റെ ആയുസിന്റെ അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും മുന്തിപ്പോയോ പിന്തിപ്പോയോ ചെയ്യില്ല. ആ നിമിഷം അസ്രാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹിനെ പിടിച്ചു കൊണ്ടുപോകുന്നു. അവന്റെ റൂഹ് പിന്നെ പറക്കുകയാണ്. അവന്റെ റൂഹ് പിന്നെ ഇല്ലിയിലേക്കാണോ, അതല്ല സ്വർഗത്തിലേക്കാണോ, എവിടേക്കാണ് അവന്റെ റൂഹ് പോവുകയെന്ന് അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവരും മരിക്കും. ഈ ദുനിയാ വിട്ട് നമ്മളെല്ലാം അല്ലാഹുവിന്റെ അരികിലേക്ക് തന്നെ മടങ്ങിപ്പോകും. അവരിൽ ഒരുപാട് കാലം കിടക്കണം. മണ്ണിനടിയിൽ പോയി കിടക്കേണ്ടവരാണ്. പച്ചമണ്ണിൽ പടച്ച് നമ്മളെ പച്ചമണ്ണിലേക്ക് തന്നെ വെക്കുന്നൊരു ദിവസം, ഉറ്റവരെയും ഉടയവരെയും എല്ലാം വിട്ടേച്ചുകൊണ്ട് നമ്മൾ 6 അടി മണ്ണിലേക്ക് പോകുന്നൊരു ദിവസമുണ്ടല്ലോ. ഖബറെന്ന് കേട്ടാൽ തക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വിട്ടു നീ കരയേണ്ടതാ. ആ ഖബർ ഭീകരമാണ്, വിമത്സമാണ്, ഭയവിഹ്വലമാണ്. ചുറ്റുപാടും നോക്കിയാൽ എവിടെ നോക്കിയാലും മണ്ണാണ്, പുഴുക്കളുടെ വീടാണ് ഖബർ. എല്ലാ ദിവസവും ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, ഞാൻ മണ്ണിന്റെ വീടാണ്, ഞാൻ ഏകാന്തതയുടെ വീടാണ്, ഞാൻ പുഴുക്കളുടെ വീടാണ്, ഞാൻ പാമ്പിന്റെ വീടാണ്, തേളിന്റെ വീടാണ്. ഖബർ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. അവർ നമ്മോട് സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുന്നില്ല എന്ന് മാത്രം. ആ ഖബറിലേക്ക് നമ്മൾ പോകാനുള്ളവരാണ്. ആ ഖബറിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? ആ ഖബറിലേക്ക് പോകുമ്പോ നമ്മളുടെ കയ്യിൽ എന്താണ് പ്രിയമുള്ള പ്രിയങ്ങളെ ഉള്ളത്? എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ കയ്യിൽ? അല്ലാഹുവിന്റെ ഹബീബിനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാനധികം നിസ്കരിക്കുന്നില്ല, ഞാനധികം അമലുകളൊന്നും ചെയ്യാറില്ല, പക്ഷേ ഞാൻ അങ്ങേയും അല്ലാഹുവിനെയും സ്നേഹിക്കുന്നവരാണ്. ഒരേ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. മഹാന്മാരെ സ്നേഹിച്ചാൽ, മഹാന്മാരോട് അവരുടെ ചാരത്ത് നിന്നാൽ, അവരെ സുഹബത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും ഈ ലോകത്തും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മരിച്ചു പോകുമെന്നുള്ള ചിന്ത നമുക്ക് വേണം. മരണത്തെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് ദുആയിലേക്ക് കടക്കാം. പറഞ്ഞതും കേട്ടതുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. ഒരുപാട് വിഷയങ്ങൾ പറയേണ്ടതുണ്ട്. ഒരുപാട് എടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്നതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു നമ്മയൊക്കെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.